വ്ളോഗും വാങ്ങാണ്ടി നല്ല, ജസ്റ്റ് ഒരു 3-4 മിനിറ്റുള്ള ഒരു ചെറിയൊരു കൺക്ലൂഷൻ വീഡിയോ അത്രേ ഉള്ളൂ. കാണുന്നവർ കാണാം, എനിക്ക് പറയാനുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. സംഭവം പലരും പറയും എൻ്റെ കണ്ടന്റ് ഒന്നും കൊള്ളൂല. എൻ്റെ കണ്ടന്റ് കൊള്ളൂലെങ്കിലും ഞാൻ ഒറ്റക്കാണ് വീഡിയോ എടുക്കാൻ പോണേ. ഒറ്റക്കാണ് ഓരോ സ്ഥലത്ത് പബ്ലിക്കിൽ പോയി വീഡിയോ എടുക്കണം. അത് നിങ്ങൾ ആലോചിക്കണം. മണലിൽ നിന്ന് വീഡിയോ എടുക്കാന്ന് വെച്ചപ്പോൾ കറക്റ്റ് ഒരു ഇതിട്ടുള്ള ഒരു സുഖം കിട്ടുള്ള, മൊത്തം ഒരു ഫേസൊക്കെ ആകെ ഇതാണ്ട്, പിന്നെ കറക്റ്റ് ആംഗിളും കിട്ടുള്ള. ഇതാ നിൽക്കുന്നത് എൻ്റെ അനിയൻ പുത്രനെ കേട്ടോ, അവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കണേ. പുള്ളി വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ ഞാൻ പിടിച്ചോണ്ടെന്നാ എവിടെയെങ്കിലും പോകാൻ നേരപ്പോൾ നേരെ ചെറായി ബീച്ചിലേക്ക് വന്നു. അത് എത്ര നാളെ കണ്ടിട്ട് കേസ്, എനിക്കൊന്നും എങ്ങാണ്ട് 6 മാസത്തോളം എങ്ങാണ്ട് നമ്മൾ വീഡിയോസും ഇട്ടിട്ട്, ശരിക്കും പറഞ്ഞാൽ 1 കൊല്ലത്തോളം എങ്ങാണ്ടായെന്ന് തോന്നുന്നു. ആകെ തകർച്ചയുടെ കേസ്, ആകെ ഒരു ഡൗൺഫോളായി പോയി, മൊത്തത്തിൽ ഒരു മൂഞ്ചി പോയി. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നും, ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും കിട്ടണമെന്നില്ല. അതിപ്പോൾ എന്തായാലും ഫ്രണ്ട്സ് ആയാലും എന്തായാലും. അപ്പം ആ ഒരു ഡൗൺഫോളിൽ ആയിപ്പോയി. ഒരുപാട് വിശ്വസിച്ച് കൂടെ നടത്തിയ ആൾക്കാരൊക്കെ നമ്മളെ പുറകിൽ നിന്ന് ചവിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്ക് എന്താണെന്ന് അറിയാൻ പറ്റില്ല, ഞാൻ മൊത്തത്തിൽ ആകെ ചേഞ്ചായി. പണ്ട് ഇപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ ഞാൻ ഈ ഫോണൊന്നും എടുത്തിട്ട് മര്യാദക്ക് വീഡിയോസൊന്നും ചെയ്യാത്ത. അത് എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഐഫോൺ എടുത്ത് വീഡിയോ എടുക്കാനും അത്യാവശ്യം വീഡിയോസ് കണ്ടന്റ് ചെയ്ത് അങ്ങനത്തെ ഒരു രീതി പോകാൻ വേണ്ടി ഞാൻ മാക്സിമം നോക്കിയത്. 4 കൊല്ലം കണ്ട ഒരു ചാനൽ വെച്ചുകൊണ്ട് നടക്കണം. ഇന്നേ വരെ എനിക്ക് ഫേസ് ചെയ്തിട്ടുള്ള ഓരോ ബുദ്ധിമുട്ടുകളും ഒരുപാട് കളിയാക്കൽ ഇഷ്ടംപോലെ നേരിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ സംഭവം എൻ്റെ കഴിവേടെ തന്നെയാണ്. എനിക്ക് നേടിയെടുക്കാനുള്ള സമയത്ത് ഞാൻ ഓരോന്ന് ചിന്തിച്ച് ഓരോന്നിൻ്റെ പുറകെ പോയി നടന്ന് സമയം കളഞ്ഞു. അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. പക്ഷെ ഞാൻ ഹാപ്പിയാണ്. നമ്മൾ എത്ര വാല്യൂ കൊടുത്താലും, എത്ര ആത്മാർത്ഥത കാണിച്ചാലും, ആത്മാർത്ഥത എവിടെ കാണിക്കുന്നോ നമ്മളവിടെ ഊഞ്ചും കേസ്. അത് സത്യമുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ ഏത് ജോലിക്കായാലും പഠിക്കുന്നതായാലും ഇപ്പം ഒരു പ്രേമത്തിലായാലും ആത്മാർത്ഥത എവിടെ കാണിക്കുന്നോ അവിടെ ഊഞ്ചും. ഇപ്പോഴത്തെ വന്ന ജനറേഷനോടാണ് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പെണ്ണിൻ്റെ പുറകെ പോകുന്നത് പൈസയുടെ പുറകെ പോടാ. കാരണം പെണ്ണൊന്നല്ല, അവൾമാരിൽ നമുക്ക് ലാസ്റ്റ് വന്ന് നമ്മുടെ അടുത്ത് ഇഷ്ടമെന്ന് പറഞ്ഞ് നമ്മളെ ഓരോ മോഹിപ്പിച്ച് അവർക്ക് ഒരുപാട് വാല്യൂം കൊടുത്ത് എല്ലാം കഴിഞ്ഞ് സെറ്റായി കഴിയുമ്പോൾ ഒറ്റൊരു പോക്ക. പെണ്ണൊന്നല്ല ഗൈസ്, നിങ്ങൾ പൈസ ഉണ്ടാക്ക്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. ഇപ്പം ഞാൻ കണ്ടില്ലേ മണലിൽ വന്നിട്ട് ബീച്ചിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവിടെ ഒറ്റയ്ക്ക് ബീച്ചിൽ കടൽ തിരുമാല ഇങ്ങനെ വരുന്നതാണ്. നിനക്ക് ഒറ്റയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഇനി വണ്ടി ഇല്ലാത്തവരാണ് വണ്ടി എടുക്കുക. ഞാൻ വണ്ടി എടുത്ത്, ഫോൺ എടുത്ത്, എന്തൊക്കെ ഉണ്ട്, ഞാൻ എല്ലാ സാധനങ്ങളും എടുത്ത്. എനിക്കിനി ലൈഫിൽ നേടാനായിട്ട് ഇനിയിപ്പോൾ എനിക്ക് ആകെ പ്ലേ ബട്ടൺ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതെൻ്റെ ലൈഫിൽ ഏറ്റവും ഫസ്റ്റ് ഡ്രീം. അത് പ്ലേ ബട്ടൺ, അത് ഞാൻ വാങ്ങിയിരിക്കും. ബാക്കിയുള്ള എൻ്റെ ലൈഫിൽ 14 എന്തൊക്കെ നേടാനുണ്ടോ അതൊക്കെ ഞാൻ നേടി. പിന്നെ എൻ്റെ വണ്ടിക്ക് കുറേ പ്രശ്നങ്ങൾ വന്ന്, കാരണം സെക്കൻഡ് ഹാൻഡ് വണ്ടി. എൻ്റെ വണ്ടി എടുത്തതിന് ശേഷം ഞാൻ മര്യാദക്ക് വീഡിയോസ് ഇട്ടുള്ള, അതറിയാമോ? വണ്ടി എടുത്തിട്ട് ആകെ 3-4 ജീവി ചെയ്തു. വണ്ടി എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞ എല്ലാ സ്ഥലത്തും പോയി വീഡിയോസ് എടുക്കും, മറ്റേതാണ് പറച്ചാന്നൊക്കെ. ഒരാളുടെ മോട്ടിവേഷൻ കൊണ്ടാണ് ഈ ഫോണും ഈ വണ്ടി എല്ലാം എടുത്തത്. ബട്ട് അത് വിട്. ഞാനൊരു കേസ് പറയാം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല. പടച്ചോൻ ഈ ലോകത്ത് നമുക്ക് എല്ലാം ചെയ്യാൻ വേണ്ടിയുള്ളതാണ് തന്നേക്കണം. ചെയ്യാൻ പറ്റാത്തതായിട്ട് പഠിച്ചൊന്നും തന്നിട്ടില്ല. പിന്നെ സ്പേസിൽ വേണമെങ്കിൽ നമുക്കൊരു പോവാം. അത് പറഞ്ഞു, നമുക്ക് വേണമെന്ന് വെച്ചാൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും. അല്ലാണ്ട് പെണ്ണിൻ്റെ പുറകെ പോവാണ്ട് പെണ്ണൊക്കെ വരും. അല്ലാണ്ട് ഇപ്പോഴത്തെ പിള്ളേരുടെ കയറുന്നതാ
ഇപ്പോഴത്തെ പിള്ളേർ പ്രേമിക്കാനല്ല പ്രേമിക്കുന്നത്. പ്രേമം എന്ന് പറഞ്ഞാൽ അറിയാലോ, അത് നയൻറ്റീസിലെ നമ്മളെ വല്യമ്മമാരോട് ചോദിച്ചാൽ മതി പ്രേമം എന്ന് വെച്ചാൽ എന്താന്ന്. അല്ലാണ്ട് നമ്മുടെ ഈ കാലത്തെ പ്രേമം എന്നല്ലേ പ്രേമം. ആത്മാർത്ഥതയുള്ള പ്രേമം എന്താന്ന് അവിടെ പോയാൽ മനസ്സിലാവും, അവരോട് ചോദിച്ചാൽ മനസ്സിലാവും. അല്ലാണ്ട് നമ്മളീ കാണിക്കുന്ന പ്രേമം എന്നല്ല കേസ്. പ്രേമം എന്ന് പറഞ്ഞാൽ വേറെ മോഡൽ സാധനം. അത് അല്ലാണ്ട് കണ്ണി കണ്ടവൻ്റെ നോക്കിയിട്ട് പോണതല്ല പ്രേമം. എന്തായാലും ഞാൻ വരും കേസ്, ഞാൻ വീഡിയോസ് ഇടും, എന്തായാലും അടിച്ച് പൊളിക്കും. നമ്മൾ ഇനി അത്യാവശ്യം വീഡിയോസ് ചെയ്യും, അതിൽ ഞാൻ വാക്കല്ലേ. സംഭവം പലരും പറയും എൻ്റെ കണ്ടന്റ് ഒന്നും കൊള്ളൂല. എൻ്റെ കണ്ടന്റ് കൊള്ളൂലെങ്കിലും ഞാൻ ഒറ്റക്കാണ് വീഡിയോ എടുക്കാൻ പോണേ. ഒറ്റക്കാണ് ഓരോ സ്ഥലത്ത് പബ്ലിക്കിൽ പോയി വീഡിയോ എടുക്കണം. അത് നിങ്ങൾ ആലോചിക്കണം. ഇപ്പോഴത്തെ കേസല്ല, ഇപ്പം ഞാൻ വീഡിയോസൊന്നും എടുക്കാറില്ല. എനിക്ക് ഒറ്റക്ക് ഒരുത്തനും പോലും പറ്റൂല. ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് എൻ്റെ പേടി മാറ്റാൻ പോയത് ബസ് സ്റ്റാൻഡിൽ എന്ന് പറഞ്ഞാൽ അത്രക്ക് ജനങ്ങൾ കൂടി നിൽക്കണ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്ലേ ബട്ടൺ നേടിയെടുക്കാൻ പറ്റും. സോ എനിക്ക് ധൈര്യമുണ്ട്, ഞാൻ ധൈര്യം കാണിച്ചു തരും. ഈ വീഡിയോ കാണുന്ന ആ ഒരാൾ വീഡിയോ കാണുന്നുണ്ട്. സോ അയാളോടാണ് ഞാൻ പറയണത്, ഞാൻ നേടും, എന്നിട്ട് കരയും. ഓക്കെ, സൂര്യൻ അസ്തമിക്കാൻ 6 മണി എങ്ങാണ്ടായി. ഇപ്പം ചായ കുടിച്ച് അടുത്ത പരിപാടിക്ക് ഉണ്ട്. ചായ കുടിക്കണല്ലോ, കുറച്ചൊക്കെ ഇടുന്നിട്ട് പോലെ നേടും കേസ്. പ്ലേ ബട്ടൺ ഞാൻ വാങ്ങും. സോ നമുക്ക് വീഡിയോ ഇവിടെ ചെണ്ടാക്കാം. ഇത് വലിയ വ്ളോഗും വാങ്ങാണ്ടിയും നല്ല, ജസ്റ്റ് ഒരു 3-4 മിനിറ്റുള്ള ഒരു ചെറിയൊരു കൺക്ലൂഷൻ വീഡിയോ അത്രേ ഉള്ളൂ. കാണുന്നവർ കാണാം, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ബൈ.